ഹലോ ഫ്രണ്ട്സ്. നമ്മുടെ രാജ്യത്ത് ഒരു വലിയ അവസരം എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ വളരെയധികം സൈലന്റ് ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. പക്ഷെ പല ആളുകൾക്കും അത് കാണാനാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശത്തു നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് കോടികളുടെ സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്തേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നത്. അത് ചൈന, വിയറ്റ്നാം, തായ്ലൻഡ്, ജർമ്മനി, കൊറിയ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്കുള്ള ഉപയോഗം അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അവസരം എന്താണെന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ലോക്കലി മാനുഫാക്ചർ ചെയ്യാനുള്ള അവസരത്തെ നമുക്ക് മുതലാക്കിക്കൂടാ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാതെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രോഡക്റ്റ് മറ്റൊരു രാജ്യം ഉണ്ടാക്കി നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഉണ്ടാവും, നമ്മൾ എന്തുകൊണ്ട് അതേ പ്രോഡക്റ്റ് ഇന്ത്യയിൽ തന്നെ നമുക്ക് മാനുഫാക്ചർ ചെയ്തുകൂടാ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ലൊരു മാനുഫാക്ചറിങ് നിഷ എങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ കാറ്റഗറി എങ്ങനെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ആ കാറ്റഗറിയുടെ അല്ലെങ്കിൽ ആ നിഷിന്റെ അണ്ടറിൽ ഒരു മൈക്രോ നിഷ്, ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് വളരാൻ പറ്റുന്ന, നമുക്ക് വളർത്തിക്കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൈക്രോ നിഷ് നമ്മൾ എങ്ങനെ കണ്ടെത്തണം സിസ്റ്റമാറ്റിക് ആയിട്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം. അതുപോലെ തന്നെ ബിഗിനേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട വലിയ മിസ്റ്റേക്കുകൾ എന്താണ്, മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യേണ്ട വലിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് എന്താകുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം ഇത് നിങ്ങൾക്കൊരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ പെർസ്പെക്റ്റീവ് തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ചും ഈ ഒരു വിഷയത്തെക്കുറിച്ചും നൽകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നല്ലൊരു നിഷ സെലക്ഷൻ ചെയ്യണം, എന്തുകൊണ്ട് അത് ക്രിട്ടിക്കൽ ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. മാനുഫാക്ചറിംഗ് ബിസിനസ് തുടങ്ങുന്ന ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയും. അവർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ, അല്ലെങ്കിൽ ഡിമാൻഡ് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാതെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല മാനുഫാക്ചറിംഗ് സ്റ്റാർട്ടപ്പുകളും ആദ്യ 2 വർഷത്തിൽ തന്നെ ഫെയിലിയർ ആവുന്നത്. മാനുഫാക്ചറിംഗ് ബിസിനസ് ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണ് പ്യുവർലി നമ്മൾ പറയുകയാണെങ്കിൽ. നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നല്ല ശരിയായ ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകും. കോമ്പറ്റീഷൻ മാനേജബിൾ ആയിരിക്കും. നമുക്ക് കോമ്പറ്റീഷൻ വേണമെന്നുള്ളതാണ്, പക്ഷേ അത് മാനേജബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ നല്ല പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു മേഖല തിരഞ്ഞെടുത്ത സംഭവം നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നല്ല സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കതിന് ഏതൊരു അറ്റം വരെയും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ലിമിറ്റും ഇല്ലാതെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് വളർത്താൻ പറ്റുന്ന ഒരു മേഖലയായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്താണ് സ്റ്റേബിൾ ആവുന്ന, പിന്നെ അതിനപ്പുറത്തേക്ക് വളരാൻ പറ്റാത്ത ബിസിനസ് നമ്മൾ ഒരിക്കലും പോയിട്ട് സെലക്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു നിശ്ചയമാണ്, നല്ലൊരു കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ബെനിഫിറ്റുകളൊക്കെ നമുക്കുണ്ടാവും. അതേ സമയത്ത് ഒരു റോങ് ആയിട്ടുള്ള കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിലോ അവിടെ ഒരു സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യും, സാധനങ്ങൾ വിറ്റ് പോകാതെ സ്റ്റോക്ക് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വർക്കിംഗ് ക്യാപിറ്റൽ എന്തായി പോകും, അവിടെ ബ്ലോക്ക് ആവും. ഇൻവെന്ററി സ്റ്റോക്ക് കിടന്നിട്ട് ബ്ലോക്ക് ആയി പോകും പ്രോഡക്റ്റുകൾ. അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റിംഗിന്റെ കോസ്റ്റ് കൂടും. കാരണം നമ്മൾ സംഭവങ്ങൾ കിട്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ആയി പോകാൻ വേണ്ടി നമ്മൾ കൂടുതൽ മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ വളരെ സാവധാനത്തിൽ അത് ഡെത്ത് ആയി പോകുന്നില്ല, അതായത് സ്ലോ ഡെത്ത് ആയി പോകുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നതാണ്. റോങ് ആയിട്ടുള്ള ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ നിഷ സെലക്ഷൻ അല്ലെങ്കിൽ കാറ്റഗറി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ബേസ് ആയിട്ടുള്ള അതിന്റെ ഫൗണ്ടേഷൻ ആണ്. ഒരു ഫാക്ടറി തുടങ്ങുന്നതിന്റെ ഫൗണ്ടേഷൻ ആണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ഫാക്ടറി ബിൽഡ് ചെയ്യുന്നതിന് ബിഫോർ ഫൗണ്ടേഷൻ ഇല്ലാതെ നിർമ്മിക്കാൻ പറ്റുന്നില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുകയാണെങ്കിലും അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം. അതുപോലെ തന്നെയാണ് മാനുഫാക്ചറിംഗ് ബിസിനസ്സിലും നമ്മൾ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നിഷ സെലക്ഷൻ ചെയ്തിട്ട് വേണം നമ്മൾ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ചെയ്യാതെ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു മാനുഫാക്ചറിംഗ് നിഷ എന്നുള്ളതാണ്. മാനുഫാക്ചറിംഗ് നിഷ എന്നൊരു വലിയ പ്രോഡക്റ്റ് കാറ്റഗറിയാണ്. ഉദാഹരണത്തിന് മാനുഫാക്ചറിംഗ് വേൾഡ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. അതായത് ഫുഡ് മാനുഫാക്ചറിംഗ് ഉണ്ട്, പ്ലാസ്റ്റിക് പ്രോഡക്ട്സുകൾ ഉണ്ട്, മെറ്റൽ ഫാബ്രിക്കേഷൻ ഉണ്ട്, പാക്കേജിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ്, ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ്, ഓട്ടോമൊബൈൽ പാർട്സ്, കൺസ്യൂമർ ഗുഡ്സ്, മെഡിക്കൽ ഡിസ്പോസബിൾസ്. ഇപ്പം ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് നമുക്കുണ്ട്. ഇതെല്ലാം നിഷയാണ്, മാനുഫാക്ചറിംഗ് നിഷയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഈ നിഷ ഒരു വളരെ ബ്രോഡ് ആയിട്ടുള്ള, അതായത് വളരെ വലിയൊരു ഏരിയ ആണ് ആക്ച്വലി. എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതിലുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു നിഷ നമ്മൾ എടുക്കുകയാണ്, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. ഇതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും? ബക്കറ്റ്സ് വരും, ചെയർ വരും, കണ്ടെയ്നേഴ്സ് വരും, പാക്കേജിംഗ് മെറ്റീരിയൽസ് വരും, പൈപ്സ്, ഓട്ടോമൊബൈൽ പാർട്സ്, ഇൻഡസ്ട്രിയൽ കമ്പോണൻസ്, അങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് നിഷ സെലക്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് സ്പെസിഫിക് പ്രോഡക്റ്റ് അതിൽ സെലക്ട് ചെയ്യണം. അതായത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോ നിഷ എന്ന് പറയുന്നത്. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വാട്ട് ഈസ് മൈക്രോ നിഷ. മൈക്രോ നിഷ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് പ്രോഡക്റ്റ് ആണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നീഡ് ആണ് മൈക്രോ നിഷ കൊണ്ട് സോൾവ് ചെയ്യുന്നത്. അതായത് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ഓപ്പർച്യൂണിറ്റി. എക്സാമ്പിൾസ് നോക്കാം. നിഷ മെറ്റൽ പ്രോഡക്ട്സ്,
മൈക്രോ നിഷേഴ്സ് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് GI വാഷർ, MS ബ്രാക്കറ്റ്, ഡോർ ഹിഞ്ചസ്, ഇലക്ട്രിക്കൽ കേബിൾ ട്രേസ്, റൂഫിംഗ് ഫാസ്റ്റനേഴ്സ്. ഇതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്ന മൈക്രോ നിഷേഴ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റുകളാണ്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങിൽ നമ്മൾ നോക്കി അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്പെസിഫിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൈക്രോ നിഷേഴ്സ് നമുക്ക് നോക്കാം. വാക്യൂം ഫ്രൈഡ് സ്നാക്സ്, റെഡി ടു ഈറ്റ് സാലഡ്സ്, അതിൽ സ്പൈസസ്, പിന്നെ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾ മിക്സ്, മില്ലറ്റ് സ്നാക്സ്, അതുപോലെ ബേക്കറി ഐറ്റംസ്, റെഡി ടു കുക്ക് ഐറ്റംസ്, ഇൻസ്റ്റന്റ് കുക്ക് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ മൈക്രോ നിഷ സെലക്ട് ചെയ്താൽ ബിസിനസ് ഫോക്കസ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റിംഗ് ഈസി ആയിരിക്കും, പ്രൊഡക്ഷൻ നമുക്ക് ഒപ്റ്റിമൈസേഷൻ അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ ബ്രാൻഡ് ബിൽഡിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ നിഷ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പർച്യൂണിറ്റി ആണ്. അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമുക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തുകൊണ്ട് നമുക്ക് ലോക്കലി മാനുഫാക്ചർ ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് നികത്തിക്കൂടാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ വലിയൊരു മാർക്കറ്റാണ് അല്ലേ. പക്ഷേ പല പ്രോഡക്റ്റും ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. എക്സാമ്പിൾസ് ഇൻഡസ്ട്രിയൽ ഫാസ്റ്റനേഴ്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇലക്ട്രോണിക് പ്രോഡക്ട്സുകളെയും മെഷീൻ പാർട്സുകൾ, പാക്കേജിംഗ് മെറ്റീരിയൽസ്, കിച്ചൺ ഗാഡ്ജറ്റ്സ്, പ്ലാസ്റ്റിക് മോൾഡ് ഐറ്റംസ്, മെഡിക്കൽ ഡിസ്പോസിബിൾ, ഇതിൽ പലതും ചൈനയിൽ നിന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇമാജിൻ ചെയ്യും, ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് റീപ്ലേസ് ചെയ്യാം. അത്രയും പ്രോഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി എന്തുണ്ട്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ഇവിടത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല കാര്യം, മറ്റു ഈ ചൈന പോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ അവിടേക്ക് നമുക്കും നമ്മളിവിടെ ലോക്കലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ആവശ്യങ്ങൾക്കുള്ളത് ഉള്ള സെയിൽസ് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് വേറെയുള്ള കൺസ്യൂം ചെയ്യും, വേറെയുള്ള രാജ്യങ്ങൾ ഈ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന വേറെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ സംഭവം എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാനുഫാക്ചറിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഇതിന് പല രീതിയിലുള്ള സപ്പോർട്ടുകളാണ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാംസുകൾ, മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, അതായത് PLI പോലുള്ള ഇൻസെന്റീവ് സ്കീമുകൾ, MSME സ്കീമുകൾ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഒരു വളരെ ഗോൾഡ് മൈൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഹൗ ടു ഫൈൻഡ് ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്നുള്ളത്, എങ്ങനെ നമുക്ക് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റുകൾ കണ്ടെത്താം, അതിന് ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. മെത്തേഡ് പറഞ്ഞാൽ ഒന്ന് ഇമ്പോർട്ട് ഡാറ്റ അനാലിസിസ് ആണ്. അതായത് ഇന്ത്യ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പല സോഴ്സുകളിലൂടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. HSN കോഡ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് സ്റ്റഡി, ഫാക്ടറീസ് യൂസ് ചെയ്യുന്ന കമ്പോണൻസുകൾ സ്റ്റഡി ചെയ്യാം. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ ഇന്റലിജൻസ്, അതായത് ലോക്കൽ ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഓരോ പ്രോഡക്റ്റിന്റെ, അവരുടെ ഡെയിലി പ്രോഡക്റ്റ് അവർ എത്രയാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡാറ്റാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ ആമസോൺ ഇന്ത്യ മാർട്ടിലെ റിസർച്ച്, മെനി പ്രോഡക്ട്സ് ചൈന ഇമ്പോർട്ടഡ് പ്രൈവറ്റ് ലേബലാണ് ആക്ച്വലി. അതേപോലെ തന്നെ ട്രേഡ് എക്സിബിഷൻസ്, ഇൻഡസ്ട്രിയൽ എക്സ്പോകളിലൊക്കെ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് ഇമ്പോർട്ട് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു മാസീവ് ഓപ്പർച്യൂണിറ്റി ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് നമ്മളുടെ മാർക്കറ്റിലേക്ക്, നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ലാർജർ സ്റ്റോറുകൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സുകളുടെ ഷോപ്പ്, ഇന്റീരിയർ ഡിസൈനിങ് ഷോപ്പ്, പ്ലൈവുഡ്, ഹാർഡ്വെയർ, ഇങ്ങനെയുള്ള ഷോപ്പുകളിലേക്കൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് പോവുക. എന്നിട്ട് അവിടെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഓരോന്നോരോന്ന് നോക്കിയിട്ട് അതിൽ എത്ര പ്രോഡക്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ ഏതൊക്കെ പ്രോഡക്റ്റുകൾ നല്ല മൂവിംഗ് ഉള്ള ഫാസ്റ്റ് മൂവിംഗ് പ്രോഡക്ട്സുകൾ എത്രത്തോളം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഡാറ്റാസ് നമുക്ക് നമ്മളുടെ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പല സോഴ്സുകളിൽ നിന്ന് മേലെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ആ ലിസ്റ്റ് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിന്നെ നമുക്ക് അതിൽ ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ലോക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല നിഷും ഒരു മൈക്രോ നിഷും നമുക്ക് അതിന് ഐഡന്റിഫൈ ചെയ്യൽ വളരെ ഈസി ആയി ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. ഈ മേലെ പറയുന്ന ഈ 5-6ഓളം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു നിഷും അതിനുള്ള ഒരു മൈക്രോ നിഷും, അതായത് സ്പെസിഫിക് പ്രോഡക്റ്റ് കാറ്റഗറി, സ്പെസിഫിക് പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇതിന് എങ്ങനെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആവണല്ലോ. കാരണം നമ്മൾ സെലക്ഷൻ എന്താവാൻ പാടില്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വൃത്തിക്ക് ചെയ്തു. അതായത് നമ്മൾ കേരളത്തിലേക്ക് പുറത്തുനിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്ത്, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇനി ഏത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യും, അതായത് നിഷ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മാനുഫാക്ചറിംഗ് നിഷ സെലക്ട് ചെയ്യുമ്പോൾ ഈ 5 ക്രൈറ്റീരിയ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ഡിമാൻഡ് സ്റ്റെബിലിറ്റി, ഫസ്റ്റത്തത്. അതായത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇയർ റൗണ്ട്, അതായത് വർഷം മുഴുവനായിട്ട് ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട്. അതായത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രോഡക്റ്റുകൾ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടല്ലോ നമുക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ചില പ്രോഡക്റ്റുകൾ സീസണലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ അംബ്രല്ല, കൊട, അതൊരു മഴക്കാലത്തിന് സീസണിൽ മാത്രം പോകുന്ന സംഭവമാണ്. റെയിൻ കോട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് വർഷം മുഴുവനായിട്ടും ഡിമാൻഡുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രോഡക്റ്റുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. അടുത്തത് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി. ഇന്ത്യ
നമ്മൾ ആ പ്രോഡക്റ്റിനെ ഇമ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണല്ലോ. അതായത് വേറെ എവിടെ നിന്നും ഇന്ത്യയിൽ ലോക്കലി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, യെസ് ഓർ നോ എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്യാം. അടുത്ത റോ മെറ്റീരിയൽ അവൈലബിലിറ്റി. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു, നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത ഓരോ പ്രോഡക്റ്റുകളും നമുക്കത് ലോക്കൽ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളില്ല. പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ, അപ്പോൾ അത് ലോക്കലി സോഴ്സ് ചെയ്തിട്ട് നമുക്ക് പോസിബിൾ മാനുഫാക്ചറിങ് പോസിബിൾ ആണോ അല്ല എന്നുള്ളത് യെസ് ഓർ നോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി കാറ്റഗറിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇതിന്റെ ഒരു മെഷീനറി ഇൻവെസ്റ്റ്മെന്റ്, ഒരു ലോ ഇൻവെസ്റ്റ്മെന്റ് എൻട്രി പോസിബിൾ ആണല്ലോ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. നമുക്ക് നമ്മുടെ ലോക്കലിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ലോ ഇൻവെസ്റ്റ്മെന്റിലെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് കോമ്പറ്റീഷൻ ഡെൻസിറ്റി. അതായത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതായത് ഒരുപാട് പ്ലേയേഴ്സ്, ഒരുപാട് ആളുകൾ, ഒരുപാട് കമ്പനീസ് ഓൾറെഡി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ പല കമ്പനികളുടെയും പ്രോഡക്റ്റ് നമ്മുടെ ഈ മാർക്കറ്റിൽ കിടന്ന് കളിച്ചിട്ട് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണോ, സെഗ്മെന്റ് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സ് അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ മൈക്രോ നിഷ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാൻ ഐഡിയ മാത്രം മതിയായിട്ടില്ല. നമുക്ക് എന്താണ് നല്ലൊരു കാറ്റഗറിയിൽ നിഷ് സെലക്ഷൻ വേണം. അതിൻ്റെ അണ്ടറിൽ നല്ലൊരു റൈറ്റ് പ്രോഡക്റ്റ് മൈക്രോ നിഷ് സെലക്ഷൻ വേണം. അതേപോലെ തന്നെ അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തി അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ട്രാറ്റജി കൂടെ നമ്മുടെ കയ്യിൽ വേണം. അതായത് നമ്മളത് കംപ്ലീറ്റ്ലി നമ്മൾ ലോക്കലി ഉണ്ടാക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുകളിൽ നിന്ന് പ്രൈവറ്റ് ലാബിലിംഗ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മുടെ ബ്രാൻഡിൽ നമ്മുടെ ലാബിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റിന് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ നല്ലതെന്നുള്ളത് അത് സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ നമ്മൾ ചെയ്യുമോ ഇല്ല, നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് നമ്മൾ വിജയിക്കുകയോ ഇല്ല എന്നുള്ള തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂഷൻ തിങ്കിങ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാനുഫാക്ചറിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ എന്താക്കരുത്, നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. അതുപോലെ മാനുഫാക്ചറിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബിസിനസ്സിന് ഈ ഒരു ആശയത്തെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ളത് കമൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ഇതുപോലെ മാനുഫാക്ചറിങ് ബിസിനസ് ഇൻസൈറ്റ് ഒക്കെ റെഗുലർലി ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങാൻ സീരിയസ്ലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 1-to-1 പേഴ്സണലൈസ്ഡ് 1-to-1 കൺസൾട്ടേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് മാനുഫാക്ചറിങ് ബിസിനസ് A to Z ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ലൈവ് വെബിനാറിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, think manufacturing, build India, create wealth. This is Vistart Map. Thank you.